അപ്പുറത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയനോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾക്കൊക്കെ ജയിക്കുവാനുള്ള ഒരു അവസരം ഒരുക്കിയ മനുഷ്യനാണ് അദ്ദേഹം. വി ശിവൻകുട്ടിയെ ലോകം അറിയപ്പെടുന്നത് അങ്ങിരിക്കുന്ന ചേംബറിൽ കയറി ആ കമ്പ്യൂട്ടറിലും കസേരകളും എല്ലാം തല്ലിപ്പൊളിച്ച് മുണ്ട് മടക്കി കുത്തുനിന്ന് ആനന്ദ നൃത്തം ആടിയ ആളാണ് വി ശിവൻകുട്ടി. അന്നാണ് ലോകമാദ്യമായി വി ശിവൻകുട്ടിയുടെ ശുഷ്കാന്തി ലോകമെമ്പാടും കണ്ടത്. കേരളത്തിലെ ഒരു MLA ലോകത്തെമ്പാടും അദ്ദേഹത്തിന്റെ ശുഷ്കാന്തി കാണിച്ച ഒരു സമയമായിരുന്നു അന്ന്. തിരുവനന്തപുരത്തുള്ള ആളുകൾ അയൽവാസികളൊക്കെ വഴക്കുണ്ടാക്കിയാൽ അവർ പറയുന്നത് ഒരു വാക്കുണ്ട്: നീ എത്ര ചീത്തകൾ വേണേലും വിളിച്ചോ, പക്ഷേ ശിവൻകുട്ടി അണ്ണനെ പോലെ ശുഷ്കാന്തി കാണിക്കരുത്, എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഇവിടെ നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് കൊല്ലത്തേക്ക് കിടക്കുമ്പോൾ ചിഞ്ചു റാണിയാണ്. ചിഞ്ചു റാണി എന്ന് പറയുന്നയാൾ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയായിരുന്നു. കന്നുകാലികൾക്ക് പോലും നയാ പൈസയുടെ പ്രയോജനം ഉണ്ടായില്ല. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് മൈക്ക് അനൗൺസ്മെന്റ് നടന്നപ്പോൾ കൂട്ടിക്കിടക്കുന്ന ആളുകൾ പോലും ചെയ്യരുതേ ചെയ്യരുതേ എന്നാണ് സാർ കരഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അദ്ദേഹം കത്ത് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു വിദഗ്ധനായിരുന്നു. ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ കത്ത് റെഡിയാക്കി കൊടുത്ത ആളാണ് KV ഗണേഷ് കുമാർ. അതേപ്പോ തോൽവിയൊക്കെ ഏറ്റതിന് ശേഷം അദ്ദേഹം ഒരു ആത്മകഥ എഴുതുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. മന്ത്രിപ്പണി എനിക്ക് പാർട്ട് ടൈം പണിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എന്നാണ് അദ്ദേഹം. സാർ, സ്വർണ്ണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളത് സഖാക്കന്മാരുടെ ഫോണുകളിൽ പോലും ഇപ്പൊ റിംഗ് ടൂണാണ്. വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെക്കുറിച്ച് ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഫ്രം വെന്റിലേറ്റർ ടു ഹോം എന്നാണ് ഈ സിനിമയുടെ ഇതിവൃത്തമായിട്ടുള്ളത്. ഈ കോഴമാണി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഭയിൽ കയറി നിന്ന് അങ്ങിരിക്കുന്ന കസേര വരെ തല്ലിപ്പൊളിച്ച അവരോടൊപ്പം ചിക്കൻ ബിരിയാണിയും കഴിച്ച് 5 വർഷക്കാലം സുഖജീവിതം നയിച്ച ആളാണ് റോഷി അഗസ്റ്റിൻ. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? താമസിക്കാതെ കേരള കോൺഗ്രസ് റോ എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിലുണ്ടാകും. റോഡിലിറങ്ങാൻ ആളില്ലെങ്കിൽ റോ പാർട്ടി സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകും. റാണിയെ പറ്റി പറഞ്ഞു, ശ്രീ വാസവനെ പറ്റി പറഞ്ഞു, ഇപ്പോ സാർ അന്തരിച്ച കെ മാണി സാറിനെ പറ്റി, സാർ റോഷി അഗസ്റ്റിനെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ ആളുകളെ പറ്റി പറയുക, അത് പറയുന്നത് ശരിയാണോ? നോക്കാം, ഞാൻ പരിശോധിക്കാം. സാർ അങ്ങനെ എറണാകുളം നിയോജകമണ്ഡലത്തിലെ P. രാജീവിനെ കുറിച്ച് അദ്ദേഹം ഇതുവരെ തോൽവിയെ സമ്മതിച്ചിട്ടില്ല. സാർ, അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്. ആഗോളതലത്തിലുണ്ടായ ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന വ്യതിചലനങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഉരുത്തിരിഞ്ഞു വന്ന ചില മാറ്റങ്ങളായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ പറഞ്ഞത്. അതല്ല ഉദ്ദേശം. സാർ, ഇദ്ദേഹം ജയിച്ചു വന്ന പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് അങ്ങ് ചെയ്യുമായിരുന്നു. അങ്ങ് പിന്നെ ഡിക്ഷണറിയൊക്കെ എടുത്തു വെച്ചതെല്ലാം മനസ്സിലാക്കിയതൊക്കെ പോയാലും, പക്ഷേ എഴുതാനിരിക്കുന്ന ആ പിള്ളേർ എന്ത് ചെയ്യാനും സാർ? അവർക്ക് വൈകിട്ട് എഴുതി കൊടുത്തില്ല, അങ്ങ് അവരെ പുറത്താക്കില്ലേ? എന്നിട്ട് സ്പീക്കറെ കളിയാക്കാൻ പാടില്ല. ഇല്ല, അങ്ങനെയാണല്ലോ, അങ്ങനല്ലേ പറഞ്ഞേ. അങ്ങനെ മനസ്സിലാവത്തില്ല, അത് ചെറിയാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, സ്പീക്കറെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. ക്ഷമയുടെ കേന്ദ്രമായിരിക്കണം. വീണ്ടും അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ ഹോർമീസ് കടലിടുക്കിനിടയിലൂടെ വന്ന അന്തർവാഹിനിയിൽ നിന്ന് ഒലിച്ചു വന്ന ലാവയിലൂടെ പ്രവഹിച്ച ചില മാറ്റങ്ങളാണ് ഇതെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ വീണ്ടും പത്രക്കാർ ചോദിച്ചു ഈ കളമശ്ശേരിയിൽ എന്തുണ്ടായി എന്ന് ചോദിച്ചു. ആ കളമശ്ശേരിയിൽ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ പറഞ്ഞു തോറ്റിട്ട് ജയിക്കുകയും ജയിച്ചിട്ട് തോക്കുകയും ചെയ്യുന്ന ചില പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റിന്റെ സാങ്കേതികമായ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതായിട്ടേ പറയാം. തൃശ്ശൂരിൽ നിന്നുള്ള മന്ത്രി ബിന്ദുവാണ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് പെൻഡുലം ആടിയതല്ലാതെ ഒരു വിദ്യാഭ്യാസ വകുപ്പിലും ഒന്നും നടന്നില്ല.